ഈ ഒരു രാത്രി തന്നെ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതിനെ കൊണ്ടാണ്. ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മഹത്യ, അതായത് അതിൽ പ്രധാന കാരണക്കാരിയായിട്ട് കണ്ടുവന്നത് ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയപ്പെടുന്നു. അവരുടെ ബയോയിൽ അങ്ങനെയാണുള്ളത്. പക്ഷെങ്കിലും അവർ ഒരു കോമേഴ്സ് ലെക്ചറർ ആണെന്നും കൂടി ആ ബയോയിലുണ്ട്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ അറിവിൽ യു ജിയും പി ജിയും ഫുൾ ടൈം സൈക്കോളജി പഠിച്ച ആരും പിന്നീട് കോമേഴ്സ് ഫീൽഡായിട്ട് പോയതായിട്ട് അത്ര അറിവില്ല. മേ ബി ഇവരത് ഡിസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ പഠിച്ചിട്ടോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആയാലും മതി. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ജോബ് എന്ന് പറയുന്നത് നാട്ടുകാരെ മൊത്തം ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതല്ല. അവരുടെ അടുത്ത് വന്ന ഒരു പേഷ്യൻറ്റിനെ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ പ്രധാന ജോബ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ റീസൺ ഇങ്ങനെയുള്ള ഫേക്ക് സൈക്കോളജിസ്റ്റ്, ഈ കുട്ടിയുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെങ്കിലും പൊതുവേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഗതികൾ നടക്കുന്ന സമയത്ത് അത് ജനറലൈസ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. എല്ലാ സൈക്കോളജിസ്റ്റുമാരും ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത്. അപ്പം എനിക്ക് പ്രധാനമായിട്ടും ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉള്ള യങ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് വൈറലാവാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയാത്ത വിഷയത്തെക്കുറിച്ചിട്ട് അവർ വീഡിയോസ് എടുക്കുകയും അല്ലെങ്കിൽ അവർക്ക് കൺസെൻ്റ് ഇല്ലാതെ വേറെ ആളുടെ ഒരു കൺസെൻ്റ് ഇല്ലാതെ ഒരാളുടെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നതും ഒരു വലിയൊരു തെറ്റ് തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. നിങ്ങൾ എപ്പോഴും ഒരു ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ്, എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കൺസൾട്ടേഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക.